അപ്പോൾ എല്ലാവർക്കും ട്രിപ്പിൾ മെഡിസിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇതിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് AC മോട്ടോറിൻ്റെ സെക്കൻഡ് ക്ലാസ് ആണ്. അപ്പോൾ ഇൻഡക്ഷൻ മോട്ടോഴ്സ് ആണ് പറഞ്ഞുകൊണ്ടിരുന്നത്. സെൽഫ് സ്റ്റാർട്ടിംഗ് മോട്ടോർ എന്ന് പറഞ്ഞാൽ 3 ഫേസ് ഇൻഡക്ഷൻ മോട്ടറാണ്. അതുപോലെ സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടറുണ്ട് വിച്ച് ഈസ് നോട്ട് സെൽഫ് സ്റ്റാർട്ടിംഗ്. നമ്മൾ പറഞ്ഞിരുന്നു ബിക്കോസ് അതിൽ ഉണ്ടാവുന്ന ആ EMF സ്റ്റാറ്റിക് ഫീൽഡിൽ നമ്മൾ കൊടുക്കുന്ന അപ്ലൈക്ക് അനുസരിച്ച് ഉണ്ടാവുന്ന EMF ദാറ്റ് ഫീൽഡ് EMF വിൽ ബി എന്താണ് പൾസേറ്റിംഗ് ഇൻ നേച്ചർ റാദർ ദാൻ ഇറ്റ് ഈസ് റൊട്ടേറ്റിംഗ് ടൈം കമ്പയർഡ് ടു ഏതാണ് 3 ഫേസ് ഇൻഡക്ഷൻ മോട്ടർ. 3 ഫേസ് ഇൻഡക്ഷൻ മോട്ടറിൽ ദ സ്റ്റേറ്ററിൽ നമ്മൾ സപ്ലൈ കൊടുത്തു കഴിയുമ്പോൾ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് ദാറ്റ് ഈസ് റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് ബിക്കോസ് ഇറ്റ് ഈസ് എന്താണ് 3 ഫേസ് സപ്ലൈ. ഓക്കെ, സോ ഈ സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടറിനെ സെൽഫ് സ്റ്റാർട്ടിംഗ് അല്ലാത്തത് കൊണ്ട് വി നീഡ് സം മെത്തേഡ്സ് ടു മേക്ക് ഇറ്റ് സ്റ്റാർട്ടിംഗ്. സോ ആ സ്റ്റാർട്ടിംഗ് മെത്തേഡ്സ് എന്ന് പറഞ്ഞാൽ ഒന്ന് സ്പ്ലിറ്റ് ഫേസ് ആണ്. ആ സ്പ്ലിറ്റ് ഫേസ് പറയുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു. മെയിൻ വൈൻഡിങ്ങും സ്റ്റാർട്ടിംഗ് വൈൻഡിങ്ങും ആയിട്ട് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ആൻഡ് വി വിൽ ക്രിയേറ്റ് എ ഫേസ് ഡിഫറൻസ് ബിറ്റ്വീൻ ദ കറണ്ട് ഫേസ് ത്രൂ ദ മെയിൻ വൈൻഡിങ് ആൻഡ് ദ സ്റ്റാർട്ടിംഗ് വൈൻഡിങ്. ഓക്കെ, അപ്പോൾ ഈ ടൈപ്സ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ സ്പ്ലിറ്റ് ഫേസ് ഇൻഡക്ഷൻ മോട്ടർ എന്ന് പറഞ്ഞത് നമ്മൾ ആദ്യം പറഞ്ഞത് തന്നെയാണ്. ഒരു സിംഗിൾ ഫേസ് സ്റ്റാർട്ടർ വൈൻഡിങ്, മെയിൻ വൈൻഡിങ് ഉണ്ട്, സ്റ്റാർട്ടർ വൈൻഡിങ് ഉണ്ട്. അപ്പോൾ ആ സ്റ്റാർട്ടർ വൈൻഡിങ്ങിനാണ് നമ്മൾ ഓക്സിലറി വൈൻഡിങ് എന്നും പറയുന്നത്. മെയിൻ വൈൻഡിങ്ങിന് ലോ റെസിസ്റ്റൻസും ഹൈ റിയാക്റ്റൻസും ആയിരിക്കും. തിരിച്ച് ഓക്സിലറി വൈൻഡിങ്ങിന് ഹൈ റെസിസ്റ്റൻസും ലോ റിയാക്റ്റൻസും ആയിരിക്കും. അതെന്തിനാണ് അങ്ങനെ കീപ്പ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു ഡിഫറൻസ് ഇൻ ഫേസ് ഒബ്റ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു ഹൈ റെസിസ്റ്റൻസ് ആൻഡ് ലോ റിയാക്റ്റൻസ് വരുന്നത് ഓക്സിലറി വൈൻഡിങ്ങിനും, അതുപോലെ ലോ റെസിസ്റ്റൻസ് ആൻഡ് ഹൈ റിയാക്റ്റൻസ് വരുന്നത് ഏതിനാണ്? മെയിൻ വൈൻഡിങ്ങിനുമാണ്. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്യാം. ഇനി auxiliary winding has a centrifugal switch. When motor gathers a speed up to 75% of the synchronous speed, centrifugal switch നമ്മൾ ഓപ്പൺ ചെയ്യും മെക്കാനിക്കലി. ആൻഡ് ഇൻ റണ്ണിങ് കണ്ടീഷൻ auxiliary winding remains out of the circuit. അപ്പോൾ ഇങ്ങനെയാണ് ഓക്സിലറി വൈൻഡിങ് അതുപോലെ മെയിൻ വൈൻഡിങ് വരുന്നത്. അപ്പോൾ ഇത് സ്റ്റാർട്ടിംഗ് കറണ്ടൊക്കെ ലോ ആണ്, മോഡറേറ്റ് സ്റ്റാർട്ടിംഗ് ടോർക്ക് ആണുള്ളത്. ആൻഡ് ദീസ് ടൈപ്സ് ഓഫ് മോട്ടോ ഫൈൻഡ് ആപ്ലിക്കേഷൻസ് ഇൻ ഫാൻ, ബ്ലോവർ, സെൻട്രിഫ്യൂഗൽ പമ്പ്, വാഷിംഗ് മെഷീൻ, ഓയിൽ ബർണർ. ഇതിലൊക്കെ സ്പ്ലിറ്റ് ഫേസ് ഇൻഡക്ഷൻ മോട്ടറാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇതിന് ലോ സ്റ്റാർട്ടിംഗ് കറണ്ട് ആണ്, മോഡറേറ്റ് സ്റ്റാർട്ടിംഗ് ടോർക്ക് ആണ്. ഇനി അടുത്തത് കപ്പാസിറ്റർ സ്റ്റാർട്ട് ഇൻഡക്ഷൻ മോട്ടർ. അപ്പോൾ ഇതിൽ കപ്പാസിറ്റർ സ്റ്റാർട്ട് എന്ന് പറഞ്ഞിരിക്കുന്നുണ്ട്. സ്റ്റാർട്ടിംഗ് ടൈമിൽ നമ്മൾ എന്തും കൂടി ഉപയോഗിക്കും? ഒരു കപ്പാസിറ്റർ കൂടി ഉപയോഗിക്കും. കപ്പാസിറ്റർ ഈസ് ഇൻക്ലൂഡഡ് ഇൻ സീരീസ് വിത്ത് ദ ഓക്സിലറി വൈൻഡിങ്. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം, ഇതാണ് ഓക്സിലറി വൈൻഡിങ്, ഇവിടെ മെയിൻ വൈൻഡിങ്. തിരിച്ചു വരച്ചു എന്നേ ഉള്ളൂ. ആ കപ്പാസിറ്റർ അവിടെ ഒരു എന്തുണ്ട്? ഒരു സെൻട്രിഫ്യൂഗൽ സ്വിച്ച് ഉണ്ട് കപ്പാസിറ്റർ. അപ്പം ആ കപ്പാസിറ്ററും നമ്മുടെ ഓക്സിലറി വൈൻഡിങ്ങും എങ്ങനെയാണ് കണക്ട് ചെയ്തേക്കുന്നത്? സീരീസ് ആയിട്ട്. എന്നിട്ട് ഈ ഒരു സ്വിച്ച് ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ, സ്വിച്ച് ക്ലോസ്ഡ് ആയിരിക്കുമ്പോൾ മാത്രമാണ് ഈ ഓക്സിലറി വൈൻഡിങ്ങും കപ്പാസിറ്ററും നമ്മുടെ സർക്യൂട്ടിൽ ഉണ്ടാവുക. സോ ദ ഫേസ് ആംഗിൾ ബിറ്റ്വീൻ ദ മെയിൻ വൈൻഡിങ് കറണ്ട് IM ആൻഡ് ദ ഓക്സിലറി വൈൻഡിങ് കറണ്ട് ഈ കേസിൽ എന്ത് ചെയ്യും? കുറച്ചും കൂടി ഇമ്പ്രൂവ് ആക്കാം, അല്ലെങ്കിൽ കുറച്ചും കൂടി ഇൻക്രീസ് ചെയ്യാം. സോ ആ ഒരു അതിൻ്റെ ഇടയ്ക്കുള്ള ആ ഡിഫറൻസിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ ടോർക്കിൻ്റെ എഫക്റ്റ് വരുന്നത്. സോ ദ ഹയർ സ്റ്റാർട്ടിംഗ് ടോർക്ക് ക്യാൻ ബി ഒബ്റ്റെയിൻഡ് വിത്ത് എ കപ്പാസിറ്റർ സ്റ്റാർട്ട് മോട്ടർ. സിമിലർ ടു ദ സ്പ്ലിറ്റ് ഫേസ് മോട്ടർ, സെയിം ഓപ്പറേഷൻ തന്നെയാണ് നടക്കുന്നത്. ദ ഓക്സിലറി വൈൻഡിങ് ആൻഡ് ദ കപ്പാസിറ്റർ ആർ ഡിസ്കണക്റ്റഡ് ബൈ ദ സെൻട്രിഫ്യൂഗൽ സ്വിച്ച് വെൻ ദ മോട്ടർ അറ്റൈൻ 75% ഓഫ് ദ സിങ്ക്രണസ് സ്പീഡ്. 75% സ്പീഡ് എത്തുമ്പോൾ ആദ്യത്തെ പോലെ തന്നെ ആ സ്വിച്ച് ഓട്ടോമാറ്റിക്കലി കട്ടാവും. അതാണ് കപ്പാസിറ്റർ സ്റ്റാർട്ടിന് വേണ്ടി മാത്രമാണ് നമ്മൾ ആ കപ്പാസിറ്റർ യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ അഗെയിൻ ഫാൻ. നമുക്കറിയാം കപ്പാസിറ്റർ യൂസ് ചെയ്തിട്ടുള്ള ഫാൻ ഉണ്ടല്ലോ, അതാണ് നമ്മുടെ സീലിംഗ് ഫാനൊക്കെ. ഫാൻ, ബ്ലോവർ, സെൻട്രിഫ്യൂഗൽ പമ്പ്സ് എക്സെട്ര. അപ്പോൾ കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്ത വേർഷനാണ് എന്ത്? കപ്പാസിറ്റർ യൂസ് ചെയ്തിട്ടുള്ളത്. അല്ലെങ്കിൽ എന്തായിരുന്നു? ഓക്സിലറി വൈൻഡിങ് മാത്രമുള്ളതായിരുന്നു. അടുത്തത് കപ്പാസിറ്റർ റൺ ഇൻഡക്ഷൻ മോട്ടർ. കപ്പാസിറ്റർ റൺ ഇൻഡക്ഷൻ മോട്ടർ എന്ന് പറയുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ ഇവിടെ ആ സെൻട്രിഫ്യൂഗൽ സ്വിച്ച് ഇല്ല. അതായത് ഇത് വെച്ച് ഈ ഓക്സിലറി വൈൻഡിങ്ങും ഈ കപ്പാസിറ്റർ വൈൻഡിങ്ങും ത്രൂ ഔട്ട് ഉണ്ടാവും. സോ ദിസ് ടൈപ്പ് ഓഫ് മോട്ടർ ഈസ് യൂസ്ഡ് ഇൻ ആപ്ലിക്കേഷൻ വെയർ ദ മോട്ടർ സ്റ്റാർട്ട് പ്രാക്ടിക്കലി അണ്ടർ നോ ലോഡ് കണ്ടീഷൻ. നോ ലോഡ് കണ്ടീഷനിൽ സ്റ്റാർട്ട് ചെയ്യേണ്ട അവസ്ഥയുണ്ടല്ലോ, അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ യൂസ് ചെയ്യേണ്ട അല്ലെങ്കിൽ ആപ്ലിക്കേഷൻസിൽ യൂസ് ചെയ്യേണ്ടതാണ് കപ്പാസിറ്റർ റൺ ഇൻഡക്ഷൻ മോട്ടർ. ഇൻ സച്ച് മോട്ടർ നോ സെൻട്രിഫ്യൂഗൽ സ്വിച്ച് ഈസ് യൂസ്ഡ് to disconnect the auxiliary winding and the series capacitor. Since the capacitor C is small,
ദ കറണ്ട് ത്രൂ ദ ഓക്സിലറി വൈൻഡിങ് ഡ്യൂറിങ് ദ സ്റ്റാർട്ടിങ്ങും എങ്ങനെയായിരിക്കും? സ്മോൾ ആയിരിക്കും. കപ്പാസിറ്റർ വാല്യൂ സി സ്മോൾ ആയതുകൊണ്ട് കറണ്ടും എന്തായിരിക്കും? സ്മോൾ ആയിരിക്കും. നമുക്കറിയാം റിയാക്ടൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? 1/ωc ആണ്. ഓക്കെ, ദെൻ റിയാക്ടൻസ് 1/ωc ആണ്. അപ്പോൾ സി കുറയുമ്പോൾ എന്തായിരിക്കും? റിയാക്ടൻസ് കൂടുതലായിരിക്കും. അപ്പോൾ സി കുറയുമ്പോൾ റിയാക്ടൻസ് കൂടുതലാണെങ്കിൽ കറണ്ട് എങ്ങനെയായിരിക്കും? കുറവായിരിക്കും. അതാണ് സി കുറഞ്ഞാൽ കറണ്ട് കുറയും എന്ന് പറഞ്ഞത്. So therefore the starting torque is very low because the current through the auxiliary winding during the starting is small. These motors are also called permanent split capacitor motor. Permanent split capacitor motor. എവിടെയാണ് യൂസ് ചെയ്യുന്നത്? അഗെയിൻ ഫാൻ, ബ്ലോവേഴ്സ് ആൻഡ് അതർ ലോഡ്സിലാണ് യൂസ് ചെയ്യുന്നത്. ലോ സ്റ്റാർട്ടിംഗ് ടോർക്ക് ആവശ്യമുള്ള ആപ്ലിക്കേഷൻസിൽ. ഓക്കെ, ഇനി അടുത്ത കുറച്ചും കൂടി ഇംപ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു കാര്യം വന്നു. കപ്പാസിറ്റർ സ്റ്റാർട്ട്, കപ്പാസിറ്റർ റൺ ഇൻഡക്ഷൻ മോട്ടോർ. So this motor has two capacitors in the auxiliary circuit. ഫിഗർ കാണിക്കാം. The two capacitors C1 C2 ഉണ്ട്. രണ്ടും ഇങ്ങനെ പാരലൽ ആയിട്ട് കണക്ട് ചെയ്യും. C1 and C2 are connected in parallel and during starting both the capacitors are in the start circuit. പക്ഷെ ആ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ ആ ഒരു 75% സ്പീഡൊക്കെ കഴിയുമ്പോൾ the centrifugal switch open and disconnect the capacitor C2 from the circuit. The two-phase operation result in better efficiency. രണ്ട് ഫേസ് ഓപ്പറേഷൻ ഉദ്ദേശിച്ചത് ഇതാണ്. അതായത് സ്റ്റാർട്ട് ചെയ്യുന്ന വരെ രണ്ട് കപ്പാസിറ്റർ ഉണ്ട്, രണ്ടിൻ്റെ എഫക്റ്റ് കിട്ടും. ആൻഡ് ദെൻ സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ ഒരു കപ്പാസിറ്റർ മാത്രം ഉണ്ട് ഫോർ ദ റണ്ണിങ്. സോ ആ എഫിഷ്യൻസി ഇമ്പ്രൂവ് ചെയ്യാൻ കൂടിയാണ് ആ കപ്പാസിറ്റർ അവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. സോ ദ യൂസ് ഓഫ് കപ്പാസിറ്റർ ഫോർ റണ്ണിങ് കണ്ടീഷൻ ഇംപ്രൂവ്സ് ദ പവർ ഫാക്ടർ. സോ ഇവിടെ നമ്മളെ പവർ ഫാക്ടർ ഇമ്പ്രൂവ് ചെയ്യുന്നു, അതുപോലെ തന്നെ നമുക്ക് ഈ ഫേസ് ഡിഫറൻസ് കൂടുതലായിട്ട് വരുത്തി നമുക്ക് ആ സ്റ്റാർട്ടിങ്ങും ഇമ്പ്രൂവ് ആക്കാം. അതാണ് കപ്പാസിറ്റർ സ്റ്റാർട്ട്, കപ്പാസിറ്റർ റൺ ഇൻഡക്ഷൻ മോട്ടർ വരുന്നത്. ഇനി അടുത്തത് ഷെയ്ഡഡ് പോൾ ഇൻഡക്ഷൻ മോട്ടറാണ്. ഷെയ്ഡഡ് പോൾ. ഓക്കെ, സോ ദിസ് ടൈപ്പ് ഓഫ് മോട്ടർ കൺസിസ്റ്റ് ഓഫ് എ സ്ക്വിറൽ കേജ് റോട്ടർ and a stator consisting of salient pole. സ്ക്വിറൽ കേജ് ടൈപ്പ് റോട്ടറാണ്. ആൻഡ് സ്റ്റേറ്റർ എങ്ങനെയാണ്? പ്രൊജക്റ്റഡ് പോൾസ് ആണ്. അതിനാണ് ഈ സാലിയൻറ്റ് പോൾ എന്ന് പറയുന്നത്. പ്രൊജക്റ്റഡ് പോൾസ് ആണ്, ഇതാണ് ഉദ്ദേശിച്ചത്. ഓക്കെ, ഈ ഒരു ഈ പോൾസ് ഷെയ്ഡ് ചെയ്തിരിക്കുന്നു. അതെൻ്റെ ഒരു ചെറിയൊരു പോർഷൻ നോക്കൂ, ഇവിടെ ഒരു കട്ട് ഉണ്ടാക്കിയിട്ട് ഇവിടെ ഒരു ഷെയ്ഡിങ് ബാൻഡ് വെച്ചിട്ട് എന്ത് ചെയ്തു? ഷെയ്ഡ് ചെയ്തേക്കുവാണ്. ദാറ്റ് ക്യാരീസ് എ കോപ്പർ ബാൻഡ്. ആ ഷെയ്ഡിങ് ഈസ് പ്രൊവൈഡഡ് ബൈ എ കോപ്പർ ബാൻഡ് on one of its unequally divided part called shading band. Unequally divided എന്ന് പറഞ്ഞാൽ കണ്ടല്ലോ, ഈ ഒരു മൊത്തം പോളിനെ നമ്മൾ കുറച്ച് വലിയൊരു പാർട്ടാണ്, ഇതൊരു സ്മോൾ പാർട്ടാണ്. ആ സ്മോളർ പാർട്ടിൽ നമ്മൾ എന്ത് കണക്ട് ചെയ്തു? ആ ഷെയ്ഡിങ് ബാൻഡ് ചുറ്റി. അപ്പോൾ ആ ഭാഗത്തുള്ള ഫ്ലെക്സ് എന്ത് ചെയ്യും? ദാറ്റ് വിൽ ബി ഡിഫറെൻറ്റ് കമ്പയർഡ് ടു ഈ അൺഷെയ്ഡഡ് പാർട്ട്. ആ ഡിഫറൻസ് ഇൻ ഫേസ് വരുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഷെയ്ഡഡ് പോൾ യൂസ് ചെയ്യുന്നത്. ഇനി ഇത് യൂസ് ചെയ്യുന്നത് ഏതൊക്കെ ആപ്ലിക്കേഷൻസിലാണ് നമുക്ക് നോക്കാം. സ്മോൾ ഫാൻ, ടോയ് മോട്ടോറിലൊക്കെ ഈ ഷെയ്ഡഡ് പോളാണ് യൂസ് ചെയ്യുന്നത്. കുറേ ടൈപ്പിലൊക്കെ ചോദിച്ചിട്ടുണ്ട്. അത് റെക്കോർഡ് പ്ലെയർ, ഹെയർ ഡ്രയർ, ഇതിലൊക്കെ ഏതാണ് യൂസ് ചെയ്യുന്നത്? ഷെയ്ഡഡ് പോളാണ് യൂസ് ചെയ്യുന്നത്. സോ വെൻ ദ സിംഗിൾ ഫേസ് സപ്ലൈ ഇസ് ഗിവൺ ടു ദ മെയിൻ വൈൻഡിങ്, ഒരു ഓൾട്ടർനേറ്റിംഗ് ഫ്ലെക്സ് പ്രൊഡ്യൂസ് ചെയ്യും പോളിൽ, നമുക്കറിയാം. സോ എ പോർഷൻ ഓഫ് ദാറ്റ് ഫ്ലെക്സ് ദാറ്റ് വിൽ ലിങ്ക് വിത്ത് ദിസ് ഷെയ്ഡിങ് ബാൻഡ്. ഓക്കെ, ആ ഷെയ്ഡിങ് ബാൻഡിൽ കുറച്ച് ഫ്ലെക്സ് എന്ത് ചെയ്യും? ലിങ്ക് ചെയ്യും. ആൻഡ് ദാറ്റ് ഇൻഡ്യൂസസ് എ വോൾട്ടേജ് ഇൻ ഇറ്റ്. ഷെയ്ഡിങ് ബാൻഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ ഷോർട്ട് സർക്യൂട്ട് കോയിൽ, ഒരു കോപ്പർ ബാൻഡാണ് നമ്മൾ പറഞ്ഞു. സോ എ ലാർജ് കറണ്ട് ഫ്ലോസ് ത്രൂ ഇറ്റ്. ദ കറണ്ട് ഇൻ ദ ഷെയ്ഡിങ് ബാൻഡ് കോസസ് ദ ഫ്ലെക്സ് ഇൻ ദ ഷെയ്ഡഡ് പോർഷൻ ടു ലാഗ് ദ ഫ്ലെക്സ് ഇൻ ദ അൺഷെയ്ഡഡ് പോർഷൻ. അൺഷെയ്ഡഡ് പോർഷനും ഷെയ്ഡഡ് പോർഷൻ തമ്മിലൊരു ഫേസ് ഡിഫറൻസ് ഉണ്ടായി, വിച്ച് ഈസ് ലാഗിങ്. The shaded portion, the flex in the shaded portion of the pole lag behind that in the unshaded portion of the pole. Due to these two flexes, a starting torque is produced. A starting torque എന്ന് പറഞ്ഞാൽ that is proportional to that angle between ആണ്. ഓക്കെ, അപ്പോൾ ആ ആംഗിൾ ഇങ്ങനെ കൂടി വരും തോറും എന്താണ്? സ്റ്റാർട്ടിംഗ് ടോർക്ക് മാക്സിമം ആണ്. ഓക്കെ, സ്റ്റാർട്ടിംഗ് ടോർക്ക് ഇൻക്രീസ് ചെയ്യുവാണ് ആംഗിൾ കൂടുന്നതനുസരിച്ച്. ഓക്കെ, സോ അതാണ് പറയുന്നത്. ദ എഫിഷ്യൻസി ആൻഡ് സ്റ്റാർട്ടിംഗ് ടോർക്ക് ഓഫ് ദിസ് മോട്ടോർ ആർ വെരി പുവർ. ഓക്കെ, ബട്ട് ദാറ്റ് ഈസ് യൂസ്ഡ് ഇൻ എവിടെയാണ്? സ്മോൾ ഫാൻ, അല്ലെങ്കിൽ സ്മോൾ ഫാൻ, ടോയ് മോട്ടോർ, റെക്കോർഡ് പ്ലെയർ, ഹെയർ ഡ്രയർ, അതിലൊക്കെ യൂസ് ചെയ്യും. ഇനി അടുത്തത് ഒരു പ്രധാനപ്പെട്ട മോട്ടറാണ്, ക്വസ്റ്റ്യൻസ് ഒക്കെ വരാറുണ്ട്, യൂണിവേഴ്സൽ മോട്ടോർ. സോ യൂണിവേഴ്സൽ മോട്ടർ എന്ന് പറഞ്ഞാൽ ദാറ്റ് ക്യാൻ ബി ഓപ്പറേറ്റഡ് ഓൺ DC സപ്ലൈ ഓർ സിംഗിൾ ഫേസ് AC സപ്ലൈ ഓഫ് ദ സെയിം വോൾട്ടേജ് വിത്ത് സിമിലർ ക്യാരക്ടറിസ്റ്റിക്സ്.
അതിനാണ് യൂണിവേഴ്സൽ മോട്ടർ എന്ന് പറയുന്നത്. എ സിയിലും ഓപ്പറേറ്റ് ചെയ്യും, ഡി സിയിലും ഓപ്പറേറ്റ് ചെയ്യും, വിത്ത് സെയിം വോൾട്ടേജ് വിത്ത് ദ സിമിലർ ക്യാരക്ടറിസ്റ്റിക്. രണ്ട് രീതിയിൽ ഇത് മാനുഫാക്ചർ ചെയ്യാറുണ്ട്. വൺ ഈസ് ഫോർ ലോ പവർ റേറ്റിംഗ് ആൻഡ് ദ അതർ ഈസ് ഫോർ ഹൈ പവർ റേറ്റിംഗ്. ലോ പവർ റേറ്റിംഗിന് യൂസ് ചെയ്യുന്ന ടൈപ്പിന് നോൺ കോമ്പൻസേറ്റഡ് ടൈപ്പ് എന്ന് പറയും. ഹൈ പവർ റേറ്റിംഗിന് യൂസ് ചെയ്യുന്നതിന് കോമ്പൻസേറ്റഡ് ടൈപ്പ് എന്നും പറയും. ഈ നോൺ കോമ്പൻസേറ്റഡ് ടൈപ്പ് ഹാസ് 2 പോൾസ് having entire magnetic path as laminated. 2 പോൾസ് ഉണ്ട്, മൊത്തം മാഗ്നറ്റിക് പാത്തും ലാമിനേറ്റ് ചെയ്തേക്കുവാണ്. ആർമേച്ചർ ഈസ് wound type similar to a normal DC motor. While in compensated type, the motor has distributed field winding consisting of എന്തൊക്കെയുണ്ട് ഫീൽഡ് വൈൻഡിങ്ങിൽ? മെയിൻ ഫീൽഡ് വൈൻഡിങ് ഉണ്ട്, കോമ്പൻസേറ്റിംഗ് വൈൻഡിങ് ഉണ്ട്. അപ്പോൾ ഈ കോമ്പൻസേറ്റഡ് ടൈപ്പ് എന്ന് പറയുമ്പോൾ അതിനകത്ത് എക്സ്ട്രാ എന്തോ ഉണ്ട്. എന്താണ്? കോമ്പൻസേറ്റിംഗ് വൈൻഡിങ് ഉണ്ട്. ദിസ് ഓൾസോ ഹാസ് എ വൗണ്ട് ആർമേച്ചർ സിമിലർ ടു നോർമൽ DC മോട്ടർ. സോ അതിൻ്റെ രണ്ടിനെയും കണക്ഷൻ കാണിക്കാം. ഇതാണ് 2 കണക്ഷൻസ്. സോ ദിസ് ഈസ് നോൺ കോമ്പൻസേറ്റഡ് ടൈപ്പ്. സോ ആർമേച്ചറിൻ്റെ ഇവിടെ വരുന്നില്ല, മെയിൻ ഫീൽഡ് മാത്രമാണ് ആർമേച്ചറുമായിട്ട് കണക്റ്റഡ് ഉള്ളൂ. ഇവിടെ നോക്കൂ, മെയിൻ ഫീൽഡ് ഉണ്ട്, കൂടാതെ ആർമേച്ചറുമായിട്ട് എന്തും കൂടി ഉണ്ട്, ഒരു കോമ്പൻസേറ്റിംഗ് വൈൻഡിങ് കൂടി ഉണ്ട്. ആൻഡ് ദീസ് ആർ യൂസ്ഡ് ഫോർ domestic applications like vacuum cleaners, food processors, mixers, hair dryers, coffee grinder, electric shavers, etc. അപ്പോൾ ഇതിലാണ് യൂണിവേഴ്സൽ മോട്ടർ ആണ് ഇതിലൊക്കെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആപ്ലിക്കേഷൻസ് ഒന്ന് ശ്രദ്ധിച്ചോളുക. കുറച്ച് പ്രോബ്ലംസും കൂടി നമുക്ക് നോക്കാം. സോ ഇത് ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് ഒരുപാട് പ്രോബ്ലം ചോദിക്കുന്നുണ്ട്. സോ ഇത് ഓർത്ത് വെക്കണം. A 6-pole 50 Hz induction motor is running at the speed of 970 rpm. Calculate the synchronous speed and slip in percentage. അപ്പോൾ 6 പോളാണ്, ഫ്രീക്വൻസി 50 ഹെഡ്സ് ആണ്, n is equal to 970 rpm ആണ്. സോ സിങ്ക്രണസ് സ്പീഡ് എന്ന് പറയുന്നത് എന്ത് പറയും? അതിൻ്റെ സ്പീഡിൻ്റെ ഇക്വേഷൻ 120 f/p ആണ്. ഓക്കെ, അപ്പോൾ 120 × 50 / 6 ചെയ്തു. അപ്പോൾ എത്ര കിട്ടി? 1000 കിട്ടി. ഇനി സ്ലിപ്പും പറഞ്ഞിട്ടുണ്ട്. സ്ലിപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇക്വേഷൻ അറിയാം, NS - n ഡിവൈഡഡ് ബൈ NS × 100. NS എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ കാൽക്കുലേറ്റ് ചെയ്ത സിങ്ക്രണസ് സ്പീഡാണ്. ഈ N എന്ന് പറഞ്ഞാൽ ഓൾറെഡി ആ സ്പീഡ് എത്രയാണ്, ആ റേറ്റഡ് സ്പീഡ് ആ മോട്ടറിൻ്റെ, അതാണ് 970. ഓക്കെ, ഇതാണ് ഈ പറഞ്ഞ NS-നേക്കാളും കുറച്ച് കുറവായിരിക്കും എന്ത് N എന്ന് പറയുന്നത്. സോ 1000 - 970, ഇപ്പോൾ 30 ഡിവൈഡ് ബൈ 1000 × 100 എന്ന് പറയും. ദാറ്റ് ഈസ് 3% ആണ് സ്ലിപ്പ്. 3%. Okay. A 4-pole 3-phase induction motor operate from a supply is ഒരു കാര്യം 3% മാത്രമല്ല, നമുക്ക് ഫ്രാക്ഷൻ ആയിട്ടും പറയാം കേട്ടോ. ഈ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തില്ലെങ്കിൽ ഇതെന്താവും? 0.03 ആയിരിക്കും. സോ സ്ലിപ്പ് എന്ന് മാത്രം ചോദിച്ചാൽ 0.03 എന്ന് പറയാം. പെർസെൻറ്റേജ് സ്ലിപ്പാണ് എന്ത്? 3% കേട്ടോ. അടുത്ത a 4-pole 3-phase induction motor operates from a supply whose frequency is 50 Hz. Calculate the speed at which the magnetic field of the stator is rotating. സ്പീഡ് കണ്ടുപിടിക്കണം. അറ്റ് വിച്ച് ദ മാഗ്നറ്റിക് ഫീൽഡ് ഓഫ് ദ സ്റ്റേറ്റ് റൊട്ടേറ്റിംഗ്, അതായത് റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സ്പീഡാണ് എന്ത്? സിങ്ക്രണസ് സ്പീഡ്. സ്പീഡ് ഓഫ് ദ റോട്ടർ വെൻ ദ സ്ലിപ്പ് ഈസ് 0.03. സ്ലിപ്പ് തന്നിട്ടുണ്ട്, ക്യാപിറ്റൽ N കണ്ടുപിടിക്കണം. ഫ്രീക്വൻസി ഓഫ് ദ റോട്ടർ കറന്റ് വെൻ ദ സ്ലിപ്പ് ഈസ് 0.04. 0.04 സ്ലിപ്പ് ഉണ്ടായിരിക്കുമ്പോൾ റോട്ടർ കറണ്ടിൻ്റെ ഫ്രീക്വൻസി കണ്ടുപിടിക്കണം. ആ ഇക്വേഷൻ നമ്മൾ കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിൽ പഠിച്ചിരുന്നു. ഫ്രീക്വൻസി ഓഫ് ദ റോട്ടർ കറണ്ട് അറ്റ് സ്റ്റാൻഡ് സ്റ്റിൽ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ നമ്മുടെ സ്ലിപ്പ് 1 ആവുന്ന കണ്ടീഷനാണ്. സ്ലിപ്പ് 1 ആവുന്ന കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ N എന്തായി പോവും? 0 ആവുന്ന കണ്ടീഷനാണ്. ഓക്കെ, സോ ആ ഒരു ഓരോരോ കേസ് നമുക്ക് നോക്കാം. സോ ഫ്രീക്വൻസിയും പോൾസും ഉണ്ട്. സോ NS നമുക്ക് കിട്ടും. NS എത്ര കിട്ടി? 1500 rpm എന്ന് കിട്ടി. സ്പീഡ് അറ്റ് വെച്ച് മാഗ്നറ്റിക് ഫീൽഡ് ഓഫ് ദ സ്റ്റേറ്റർ റൊട്ടേറ്റിംഗ് ഈസ് 1500 കിട്ടിക്കഴിഞ്ഞു. NS = NS × 1 - S ഇക്വേഷൻ നമുക്ക് അറിയാം. സോ N ഡയറക്റ്റ് ആയിട്ട് ഈ ഇക്വേഷന് കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ നമുക്ക് സ്ലിപ്പിൻ്റെ ഇക്വേഷനായാലും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് കണ്ടുപിടിക്കാം. സോ 1455 എന്ന് വരും. 1500 ആണ് NS. N എത്ര കിട്ടി? 1455. ഓക്കെ, then speed of the rotor when the slip is 0.03 we got, and frequency of the rotor current when the slip is 0.04. F ഡാഷിൻ്റെ ഇക്വേഷൻ എന്താണ്? S × F, സ്ലിപ്പ് ഇൻറ്റു F. ഇവിടെ സ്ലിപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ് അതൊന്ന് ശ്രദ്ധിച്ചോണം. പെർസെൻറ്റേജ് അല്ല എടുക്കേണ്ടത് ഇവിടെ കേട്ടോ, ഫ്രാക്ഷണൽ വാല്യൂ ആണ് എടുക്കേണ്ടത്. അത് പ്രത്യേകം ഓർത്തോളാം. അതായത് 0.04 × 50. ഇത് വളരെ ചെറിയ വാല്യൂ ആണ് കിട്ടുക. നമ്മുടെ സപ്ലൈ ഫ്രീക്വൻസിനെ കമ്പയർ ചെയ്യുമ്പോൾ ചെറിയ വാല്യൂ ആണ്. സോ ദിസ് ഈസ് 2 Hz.
ആൻഡ് ഫ്രീക്വൻസി ഓഫ് ദ റോട്ടർ കറണ്ട് അറ്റ് സ്റ്റാൻഡ് സ്റ്റിൽ. സ്റ്റാൻഡ് സ്റ്റിൽ എന്ന് പറയുമ്പോഴും എന്താണ് ഇക്വേഷൻ ഇത് തന്നെ. അതിനകത്ത് എസിൻ്റെ വാല്യൂ എത്രയാണ്? 1 ആണ്. സ്റ്റാൻഡ് സ്റ്റിൽ മീൻസ് എസ് ഈക്വൽ ടു 1, ദാറ്റ് ഈസ് ക്യാപിറ്റൽ എൻ ഈക്വൽ ടു എന്താണ്? 0 ആണ്. എൻ ഈക്വൽ ടു 0 ആകുമ്പോൾ നമുക്ക് എന്താണ് എസ് വരിക? എൻ എസ് മൈനസ് 0 ഡിവൈഡ് ബൈ എൻ എസ്. അപ്പോൾ എന്താണ് വരിക? 1 വരും അല്ലേ. അപ്പോൾ ഈ പ്രോബ്ലംസും ശ്രദ്ധിച്ച് വെക്കുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.